സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവരും അറിയേണ്ട ഏറ്റവും പുതിയ ഇൻഫർമേഷനുകളാണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യ അറിയിപ്പ്: സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. 1000 കോടിയോളം രൂപയാണ് സർക്കാർ കടമെടുക്കുവാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ ദിവസങ്ങൾക്ക് മുൻപ് വന്നത്. നിലവിൽ 5 മാസത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായിരിക്കുകയാണ്. ഇതിൽ 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഈ സാമ്പത്തിക വർഷവും ബാക്കി 3 മാസത്തെ ക്ഷേമ പെൻഷൻ തുക അടുത്ത സാമ്പത്തിക വർഷവും നൽകുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതിനേക്കാൾ പ്രധാനമായി അറിയിച്ചിരുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് മാസം മുതൽ നടന്നു വരുന്നത് പോലെ ഇനി എല്ലാ മാസവും 1 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയെങ്കിലും സംസ്ഥാനത്തെ 62 ലക്ഷത്തിലധികം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും എന്നതാണ്. കഴിഞ്ഞ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ എല്ലാ മാസവും സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിരുന്നു. സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതുവരെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ അതത് മാസം തന്നെ വിതരണം ചെയ്യുവാനാണ് ഭരണമുന്നണിയിൽ ഇപ്പോൾ സർക്കാരിന് മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നത്. മൂന്നാമതും തുടർഭരണം ലക്ഷ്യമിട്ട് 2025 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും 2026 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും ജയിക്കാൻ ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ടു പോകുവാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ശേഷിക്കുന്ന 2 വർഷത്തെ സർക്കാരിന്റെ പദ്ധതികളുടെ മുൻഗണനാക്രമം പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ്. ഇനി വികസന പ്രവർത്തനങ്ങൾക്കല്ല, മറിച്ച് ക്ഷേമ പെൻഷനുകൾ പോലുള്ളവ നൽകുന്നതിനായിരിക്കും മുൻഗണന. ക്ഷേമ പെൻഷൻ വിതരണം പോലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനായി വിവിധ സർക്കാർ വകുപ്പുകളുടെ പദ്ധതി വിഹിതം പുനഃക്രമീകരിച്ചും സർക്കാർ സേവനങ്ങൾക്ക് ഈടാക്കുന്ന ഫീസുകൾ കൂട്ടിയും ഇനി ക്ഷേമ പെൻഷനുകൾ മുടക്കം വരാതെ വിതരണം ചെയ്യുവാനാണ് നോക്കുന്നത്. ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ തീയതി അറിയിപ്പ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷന്റെ ഒരു ഗഡു ബുധനാഴ്ച മുതൽ, അതായത് ജൂലൈ 24-ാം തീയതി മുതൽ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ്. പെൻഷൻ വിതരണത്തിനായി 900 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 1 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപ തന്നെയായിരിക്കും ജൂലൈ 24-ാം തീയതി മുതൽ വിതരണം ചെയ്യുക. ഒരു സാമ്പത്തിക വർഷം കുടിശ്ശിക പെൻഷൻ 2 ഗഡുക്കൾ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. ഇതിലൊരെണ്ണം ഓണത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ മാസത്തിലായിരിക്കും വിതരണം ചെയ്യുക. അതുപോലെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രി സൂചിപ്പിച്ച പോലെ നിലവിൽ നൽകി വരുന്ന പ്രതിമാസ പെൻഷൻ തുകയായ 1600 രൂപയിൽ ചെറിയ വർധനവും പ്രഖ്യാപിച്ചേക്കും. 1600 രൂപ പെൻഷൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് 2500 രൂപയിൽ എത്തിക്കുമെന്ന് ഭരണമുന്നണി പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഭരണം അവസാനിക്കുവാൻ 1.25 വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ പോലും ഇതുവരെ പെൻഷൻ തുകയിൽ യാതൊരുവിധ വർധനവും വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം പരിഗണിച്ചാണ് ഉടനെ പെൻഷനിൽ ഒരു ചെറിയ വർധനവ് നടത്തുവാനുള്ള നടപടികൾക്ക് തുടക്കമാകുന്നത്. 1600 രൂപ എന്നത് 1700 രൂപയോ അല്ലെങ്കിൽ 1750 രൂപയോ ആക്കുവാനാണ് സാധ്യത എന്നാണ് സൂചനകൾ. ക്ഷേമ പെൻഷൻ എല്ലാ മാസവും ലഭിക്കുവാൻ പോകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2024 വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ആരും മറന്നു പോകരുത്. ഓഗസ്റ്റ് 24 വരെയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളീസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.